ഉപയോഗശൂന്യമായി വലിച്ചെറിയുന്ന പാഴ്വസ്തുക്കൾ കൊണ്ട് മനോഹരമായ ചെടിച്ചട്ടികൾ നിർമ്മിച്ച് ശ്രദ്ധേയമാവുകയാണ് നടവയൽ പുളിക്കൽ കവലയിൽ താമസിക്കുന്ന നെല്ലിക്കുന്നിൽ ശൈല എന്ന വീട്ടമ്മ. നമുക്ക് ആ കാഴ്ചകളിലേക്കൊന്ന് പോകാം. നല്ലൊരു കർഷക കൂടിയായ ശൈല ലോക്ക്ഡൌൺ കാലത്താണ് വ്യത്യസ്തമായ രീതിയിൽ ചെടിച്ചട്ടികൾ നിർമ്മിക്കാൻ ആരംഭിച്ചത്. ഉപയോഗശൂന്യമായ വാഹന ടയറുകൾ ഉൾപ്പെടെയുള്ള പാഴ്വസ്തുക്കൾ ഉപയോഗിച്ചാണ് ഇത് നിർമ്മിക്കുന്നത്. മിക്ക വീടുകളിലും വ്യാപാര സ്ഥാപന പരിസരങ്ങളിലും ടയറുകൾ ഉൾപ്പെടെയുള്ളവ കുന്നുകൂടി കിടക്കുകയാണ്. ഇത് മഴക്കാലത്ത് രോഗം പടരുന്നതിന് കാരണമാകുന്നു. അതൊഴിവാക്കുന്നതിനും ഈ മാലിന്യങ്ങളുടെ ഉപയോഗം പരമാവധി പ്രയോജനപ്പെടുത്താനും വേണ്ടിയാണ് ഭർത്താവ് രാജുവിന്റെ പിന്തുണയോടെ പാഴ്വസ്തുക്കളും പഴയ ടയറുകളും കൊണ്ട് വർണ്ണാഭമായ ആകൃതിയിലേക്ക് ചെടിച്ചട്ടികൾ നിർമ്മിച്ചു. ലോക്ക്ഡൗണിൻ്റെ സമയത്താണ് ഞങ്ങൾ നിർമ്മിക്കാൻ തുടങ്ങിയത്. ഇപ്പോൾ വെറുതെ ഇവിടെ ഇരിക്കുമായിരുന്നു, പിള്ളേരും വന്നിട്ടുണ്ടായിരുന്നു. അന്നേരം വെറുതെ ഇവിടെ ഇരിക്കുമല്ലേ, അപ്പം ഞങ്ങൾ പാഴ്വസ്തുക്കളായ ഈ ടയറ്, പിന്നെ പഴയ ടർക്കി, പിന്നെ പാഴ്വസ്തുക്കളെല്ലാം കൂടെ കൂടിയിട്ട് ഞങ്ങൾ ഈ ടർക്കി ഉപയോഗിച്ചാണ് പിന്നെ ചെടിച്ചട്ടി നിർമ്മിച്ചത്. ഞങ്ങൾ ഇങ്ങനെ ധാരാളം ഈ പിന്നെ ടയറും കൊണ്ട് ധാരാളം ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ പല സ്ഥലങ്ങളിലും പോയിട്ട് ഇങ്ങനെ ഓരോന്ന് കാണും. അതുപോലെ തന്നെ പാഴ്വസ്തുക്കൾ, പിന്നെ കുപ്പികൾ കൊണ്ട് ഞങ്ങൾ പിന്നെ പൂ ഉണ്ടാക്കിയിട്ടുണ്ട്. അടിയിൽ പിന്നെ മണ്ണിട്ടിട്ട് അതിൻ്റെ അടിയിൽ കൂടെ പിന്നെ 10 മണിച്ചെടി അങ്ങനെ വളർത്തി ഞങ്ങൾ ആക്കിയിട്ടുണ്ട്. പിന്നെ ധാരാളം ഞങ്ങൾ ഇങ്ങനെ ഓരോ സ്ഥലങ്ങളിൽ പോകുമ്പോൾ ഇങ്ങനെ അവിടെ ഇവിടെയൊക്കെ കാണും. അങ്ങനെ കുറേ ചെടികളെയൊക്കെ എല്ലാം കൊണ്ടുവന്നിട്ട് ഞങ്ങളിവിടെ വയ്ക്കുകയും പിന്നെ പലതരം ചെടികൾ വളർത്തുകയും. എൻ്റെ ഹസ്ബൻഡുണ്ട്, മക്കളുണ്ട്, പിന്നെ എൻ്റെ ചാച്ചനുണ്ട്. എല്ലാവരും സഹായിക്കും. ഞങ്ങളെല്ലാവരും ഒരുമിച്ചാണ് നിൽക്കുന്നത്. മാത്രമല്ല പ്ലാസ്റ്റിക് കുപ്പികളിൽ മനോഹരങ്ങളായ വിവിധ ഇനം ചെടികളും ഇവർ വച്ചുപിടിപ്പിച്ചിട്ടുണ്ട്. മാലിന്യങ്ങൾ കലാസൃഷ്ടികളാക്കി മാറ്റുന്ന ശൈല എന്ന വീട്ടമ്മ നമുക്ക് ഏവർക്കും മാതൃകയാണ്. നീതു കൃഷ്ണ, വില്ലേജ് ന്യൂസ്, വയനാട്.